ഇവിടെ നടുവൊടിക്കുന്ന ഈ വലിയ ഗർത്തങ്ങളിൽ ഇവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ട് മാസങ്ങളായി എന്നുള്ള സത്യാവസ്ഥ നാം ഓരോരുത്തരും ഇവിടെ KSRTC ബസ്സിൽ പോകുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും. മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ പോലെ കാറിൽ സഞ്ചരിക്കുന്നവർക്ക് KSRTC സഞ്ചരിക്കുന്ന ആളുകളുടെ ദുഃഖം മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാര് ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യനാകണം എന്നുള്ള പാട്ട് വേദിയിൽ വച്ചാൽ പോരാ, ഇവിടെ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും ഭരിക്കാനുമുള്ള തന്റെ ഇടവും കഴിവും കാണിക്കണം ഇവിടുത്തെ CPM-കാര്. കേരളത്തിന്റെ ഭരണം എങ്ങനെയാണോ അത്തരത്തിലാണ് ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിന്റെ സാഹചര്യം എന്നുള്ളത് നാം ഓരോരുത്തരും നോക്കിക്കാണേണ്ടതാണ്. കുണ്ടും കുഴിയും വെള്ളക്കെട്ടും ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിന്റെ മറ്റ് സാഹചര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെയും മറ്റ് കഞ്ചാവ് മാഫിയകളുടെയും പിടിയിലാണ് ഇന്ന് ഈ KSRTC ബസ് സ്റ്റാൻഡ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരപരിപാടികളായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നിവിടെ KSRTC യാത്രക്കാരുടെ അവസ്ഥ പറഞ്ഞാൽ റോഡിലെ ബ്ലോക്കും മറ്റെല്ലാ ദുരിതവും കഴിഞ്ഞ് അങ്കമാലി KSRTCയിൽ കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിവർന്നു നിൽക്കാനോ ഇരിക്കാനോ സാധ്യമല്ലാത്ത രീതിയിൽ നടുവൊടിക്കുന്ന തരത്തിലുള്ള കുണ്ടും കുഴിയുമായിട്ട് ഏറെ നാളുകളായി ഈ KSRTC സ്റ്റാൻഡിന്റെ നിർമ്മാണ കാലഘട്ടം മുതൽ അഴിമതിയുടെ കൂത്തരങ്ങായി വാണിരുന്ന ഇരു കക്ഷികളും കോൺഗ്രസും CPM-ഉം ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായി നിന്നുകൊണ്ട് അഴിമതിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ നടത്തിക്കൊണ്ടിരുന്നു. ഇതിൽ സാധാരണക്കാരുടെ നികുതി പണം വിനിയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പൊതുകേന്ദ്രങ്ങൾ ആരംഭിച്ചുകൊണ്ട് അതിന്റെ മറവിൽ വൻ അഴിമതി നടത്തിക്കൊണ്ട് ജൈത്രയാത്ര തുടരുന്ന ഇത്തരം രാഷ്ട്രീയക്കാരെ CPM-നെയും കോൺഗ്രസിനെയും തിരിച്ചറിയാനുള്ള ഒരു ജനങ്ങളിലേക്ക് തിരിച്ചറിവ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് BJP ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ KSRTCയിൽ ഓരോ ബസ്സിനും അല്ലെങ്കിൽ ഈ സ്റ്റാൻഡ് വൃത്തിയാക്കുന്നതിനും മറ്റുമായിട്ടുള്ള ജീവനക്കാരുണ്ടെന്നിരിക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ അങ്കമാലി KSRTC സ്റ്റാൻഡിന്റെ ചുറ്റും പരിസരം ഒന്ന് നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും, പ്ലാസ്റ്റിക് കൂനകൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാട് പിടിച്ച് പട്ടിക്ക് പെറ്റുകിടക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യാത്രക്കാർക്ക് ഇരിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളോ വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങളോ ഇല്ലാതെ കൊണ്ട് കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയകളുടെ അതോടൊപ്പം തന്നെ ഭിക്ഷാടന കേന്ദ്രമായി മാറിക്കൊണ്ട് ഇവിടെ ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായി ഭയപ്പാടില്ലാതെ കണ്ട് ഈ KSRTC ബസ് സ്റ്റാൻഡിൽ ഒന്ന് വിശ്രമിക്കാനോ യഥേഷ്ടം യാത്ര ചെയ്യാനോ സാധ്യമല്ലാത്ത സാഹചര്യമാണെന്നത്. ഇത്രയും ദുസ്സഹമായ സാഹചര്യത്തിൽ ഇവിടുത്തെ ഭരണകക്ഷിയോ അല്ലെങ്കിൽ KSRTCയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് വേണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള വെല്ലുവിളി ജനങ്ങൾക്ക് നേരെ ഉയർത്തുന്നത് നല്ലൊരു പ്രവണതയല്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നു. അതോടൊപ്പം ഇത് തുടർന്നും ഇതിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും, ഓണസമയത്ത് മഹാബലി പ്രജകളെ കാണാൻ വരുന്നുവെന്ന്. എന്ന പോലെ നമ്മുടെ മന്ത്രിമാമൻ ഗണേഷ് കുമാർ ഇവിടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം യാത്ര നടത്തി സ്വൈരമായിട്ട് നടന്നുകൊണ്ടിരുന്ന പാതകളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് പല സ്ഥലത്തും യാത്രാ ദുരിതം അനുഭവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് മന്ത്രിമാമൻ ഈ KSRTC ബസിന്റെ അകത്ത് വന്ന് ഇവിടുത്തെ ദുസ്സഹമായിട്ടുള്ള ഈ സാഹചര്യം മനസ്സിലാക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് പോലും പരിഹരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് KSRTC അകപ്പെട്ടിരിക്കുന്നത് എന്നറിയാം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിലപിക്കുന്ന അവസ്ഥയാണെന്ന് KSRTC ജീവനക്കാരുടേത്. ഈ പൈസയെല്ലാം എവിടെ പോകുന്നു? ഈ KSRTCയിലെ വരുമാനമെല്ലാം എവിടെ പോകുന്നു? യാതൊരുവിധ കണക്കുകളുമില്ലാതെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാരെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് KSRTC ഇന്ന് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മന്ത്രിമാരോ ഇവരുടെ ജീവനക്കാരോ ഇവർ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ ഈ KSRTC പോലെ ഇത്തരമൊരു നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുവാൻ ഒരുപക്ഷെ സാഹചര്യമില്ലായിരിക്കാം. എന്തുകൊണ്ട് ഇത് നമ്മുടെ സാധാരണക്കാർ ചിന്തിക്കാത്തത് എന്താണ്? ഇവരെ പിന്നെയും പിന്തുണച്ചുകൊണ്ട് ഇവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിലുള്ളത്. അതിനൊരു മാറ്റം വരുത്തിയാൽ മാത്രമേ നമ്മുടെ നാട്ടിന്റെ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുള്ളൂ എന്ന് മാത്രമാണ് BJP ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടത്തെ എത്രയും വേഗം
ഈ ബസ് സ്റ്റാൻഡും പരിസരവും ഏറ്റവും വൃത്തിയുള്ളതാക്കി മാറ്റിക്കൊണ്ട് ഇവിടുത്തെ ചപ്പു ചവറുകൾ, വൃത്തിഹീനമായിട്ടുള്ള പ്ലാസ്റ്റിക് കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഇതെല്ലാം നീക്കം ചെയ്തുകൊണ്ട് എത്രയും വേഗം യാത്രക്കാർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കണമെന്നും അതോടൊപ്പം തന്നെ സമാധാനമായിട്ടും വൃത്തി ഉള്ളതായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.